ഈമാനും വിജ്ഞാനവും യമനിലാണെന്ന് നബിവചനം ഉണ്ട്. അതിൻ്റെ പ്രസരണം ഏറ്റവും കൂടുതൽ ലഭിച്ചവരാണ് കേരളീയർ. പൗരാണികമായുള്ള ബന്ധം വഴി ഒട്ടനേകം ഇസ്ലാമിക പ്രബോധകർ കേരളത്തിൽ വന്നത് യമനിൽ നിന്നായിരുന്നു. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ മലബാറിൽ വന്ന നബിയുടെ 28-ാം തലമുറയിലെ ശ്രേഷ്ഠ ഇസ്ലാമിക പ്രബോധകനായിരുന്നു സയ്യിദ് അബ്ദുറഹിമാൻ ഹൈദ്രൂസി തങ്ങൾ. 21-ാം തലമുറയിലെ പ്രപിതാമഹനായ അബ്ദുള്ള എന്നവരാണ് ഹൈദ്രൂസ് എന്ന് ആദ്യം അറിയപ്പെട്ടത്. കോഴിക്കോട് വന്ന ഹൈദ്രൂസ് തങ്ങൾ പൊന്നാനിയിലാണ് താമസിച്ചത്. ഈ പരമ്പരയിലെ ഒരു താവഴി ചാവക്കാടിനടുത്ത് എടക്കയൂരിൽ താമസിച്ചു. 36-ാം തലമുറയിലെ സയ്യിദ് മൊഹലാർ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് കൊച്ചുകോയ തങ്ങൾ കുന്നംകുളം പഴുന്നാനക്കടുത്ത് മരത്തങ്കോട് താമസിച്ചു. അവിടെയാണ് 1924-ൽ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ഹൈദ്രൂസി അസ്ഹരി ജനിക്കുന്നത്. മാതാവ് ഫാത്തിമത്ത് സുഹറ ജമലുല്ലൈലി ഖബീലയിൽപ്പെട്ടവരും മമ്പുറം തങ്ങൾ പറഞ്ഞയച്ച പഴുന്നാന ഖത്തീബായിരുന്ന കോയക്കുട്ടി തങ്ങളുടെ മകളുമായിരുന്നു. തങ്ങൾ കല്ലൂർ, ഒരുമനയൂർ, കരിങ്കപ്പാറ, വെല്ലൂർ, ദയൂബന്ദ് എന്നിവിടങ്ങളിൽ പഠിച്ചു. തലക്കടത്തൂർ ദർസ് നടത്തവേ ഹജ്ജിനു പോയി. ആ വഴിയിൽ ഈജിപ്തിലെ അസറിലും കൈറോയിലും ഉപരിപഠനം നടത്തി. ശേഷം ലിബിയയിൽ 3 വർഷം ജോലി നോക്കി. ഹജ്ജിന് വന്നപ്പോൾ സൗദിയിൽ ജോലി കിട്ടി. 5 വർഷം നജിദ് മേഖലയിലും 18 വർഷം ഖുലൈസിലും സേവനം ചെയ്തു. അവിടെ കാണുന്ന മക്കബറയും അതിനോട് ചുറ്റിയുള്ള 10 സെന്റ് ഉൾപ്പെട്ട സ്ഥലം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടാൽ മറവ് ചെയ്യപ്പെടാനും ഉപ്പയുടെ കാലത്ത് തന്നെ നീക്കി വെച്ചിരിക്കുന്നതാണ്. പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ മതിൽ മുതൽ മെയിൻ റോഡ് വരെയുള്ള സ്ഥലം ഉപ്പയുടെ സ്വന്തം പേരിൽ വാങ്ങിയതാണ്. അത് പള്ളിസ്ഥലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൽ നിന്ന് 10 സെന്റ് സ്ഥലമാണ് ഖബർസ്ഥാനായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലം അവിടെ കാണുന്ന ഒരു സ്റ്റീൽ കച്ചവടത്തിനായി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഉപ്പാടെ അടുത്ത് കാണുന്ന ഖബറ് എൻ്റെ ഉമ്മ സയ്യിദത്ത് ആറ്റ ബീവി, ചാവക്കാട് പാലുവായി സ്വദേശിനിയാണ്. അതിനപ്പുറത്ത് എൻ്റെ ജ്യേഷ്ഠൻ സയ്യിദ് ഫഖറുദ്ദീൻ ആറ്റപ്പായ തങ്ങൾ. ഈ ജാറത്തിന് പുറമെ ഒരു ചെറിയ ഖബറുണ്ട്. അത് എൻ്റെ ഒരു കൊച്ചുമകൾ പ്രസവത്തിൽ മരിച്ചുപോയതാണ്. നേർച്ചപ്പറ്റി വെച്ചിട്ടില്ല. അവിടെ വരുന്നവർ അവിടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിഹ, യാസീൻ, മറ്റ് സൂറത്തുകൾ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യുക. അതാലോ ഗുണപ്രദമായിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ജാഹബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സ്വാലിഹായിരിക്കുന്ന മുറാദുകളും സബ്ബത്താല ആസ്ലാക്കത്തിനുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് വിടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 25ഓളം ഹജ്ജ് ചെയ്ത തങ്ങൾ ഇത്രയും വർഷം സൗദിയിൽ ജോലി ചെയ്തിട്ടും വഹാബി ആശയത്തിൽ വീണില്ല എന്നത് തങ്ങൾ ജനിച്ചു വളർന്ന ചുറ്റുപാടും ഉയർത്തിപ്പിടിച്ച ആദർശബോധവുമായിരുന്നു. പോകുന്ന സ്ഥലങ്ങളിലെ മഹാന്മാരുമായി ആത്മീയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഇജാസത്തുകൾ കരസ്ഥമാക്കുകയും മക്ബറകളും ചരിത്രസ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തങ്ങളുടെ പിതാവ് കൊച്ചുകോയ തങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുരീദായിരുന്നു. ഖാദിരി ഷെയ്ഖുമായിരുന്നു. പിതാവിൽ നിന്നാണ് ഖാദിരി തരീഖത്ത് തങ്ങൾക്ക് ലഭിച്ചത്. കൂടാതെ ഹൈദ്രൂസ് കുടുംബം പാരമ്പര്യമായി തന്നെ റിഫായി തരീഖത്തുകാരായിരുന്നു. പ്രശസ്ത സൂഫി വര്യനായ ഫരീദുലുമായും പിതാവിന് ബന്ധമുണ്ടായിരുന്നു. കൂടാതെ സൂഫി വര്യനായ മാമ്പയിൽ ഷെയ്ഖിൻ്റെ മുന്നിലാണ് അസ്ഹരി തങ്ങൾ മതപഠനം ആരംഭിക്കുന്നത് തന്നെ. ഇതെല്ലാം പാരമ്പര്യ വിശ്വാസത്തിൽ ഊന്നി മുന്നോട്ടു പോകാൻ അസ്ഹരി തങ്ങൾക്ക് ബലം നൽകിയിട്ടുണ്ട്. അങ്ങനെ പ്രവാസം കഴിഞ്ഞ് വന്ന് കേരളത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുകയും ചെയ്തു 1995-ൽ. എന്നാൽ സംഘടനയുടെ ചട്ടക്കൂടിൽ യോജിക്കാൻ പറ്റാത്ത സ്വതന്ത്രമായ ചില നീക്കങ്ങളാണ് പിന്നെ ആ പദവിയിൽ നിന്ന് മാറാൻ നിർബന്ധിതമാക്കിയത്. ഉത്തരേന്ത്യയിൽ പഠിച്ച തങ്ങൾക്ക് തബ്ലീഗ് ജമാഅത്തിൻ്റെ അടിസ്ഥാന ആദർശത്തേക്കാൾ അവരിലൂടെ വരുന്ന സമൂഹ മാറ്റത്തെ ഗുണകരമായി നോക്കിക്കണ്ടു. ഇതുപോലെ നൂരിഷ തരീഖത്തിനോടും മമത ഉണ്ടായി. എന്നാൽ സമസ്ത ഇവ രണ്ടും പഠിച്ച ശേഷം പടിക്ക് പുറത്ത് നിർത്തിയിരുന്നു. പിന്നീട് ആലുവ തരീഖത്തുകാരുടെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതും യൂട്യൂബിൽ കാണാം.
അജ്മീറിൽ വെച്ച് അതിൻ്റെ നേതാവ് തങ്ങളെ സ്വീകരിച്ചതാണ് മതിപ്പിന് കാരണമായി അതിൽ പറയുന്നത്. സമസ്തയിൽ തങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ലോബിക്കെതിരെ പരസ്യമായി പ്രസംഗിച്ചതും മനോവിഷമം കൊണ്ടാണെങ്കിലും സ്ഖലിതമായിപ്പോയി എന്ന് പറയാതെ വയ്യ. ഏതായാലും 2004 ആ പദവിയിൽ നിന്ന് മാറി. ആദ്യമായാണ് ഒരു സമസ്ത പ്രസിഡന്റ് ഈ വിധത്തിൽ മാറ്റപ്പെട്ടത്. പിന്നീട് 11 വർഷം കഴിഞ്ഞാണ് മരണപ്പെടുന്നത്. കേരളീയ സയ്യിദന്മാർക്കിടയിൽ ആദ്യമായി വെല്ലൂർ ബാക്കിയാത്തിൽ പഠിക്കാൻ പോയത് 1921 അസ്ഹരി തങ്ങളുടെ പിതാവായ കൊച്ചുകോയ തങ്ങളായിരുന്നു. അതുപോലെ ആദ്യമായി അസ്ഹറിൽ പോയ കേരളീയ സയ്യിദന്മാരിൽ ആദ്യത്തെ ആളാണ് 1957 അബ്ദുറഹ്മാൻ ഇമ്മിച്ചിക്കോയ തങ്ങൾ അസ്ഹരി. അറബി ഭാഷയിലും ചരിത്രത്തിലും ഉയർന്ന അവഗാഹം നേടിയ തങ്ങൾ 10ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മലബാർ പണ്ഡിതരെപ്പറ്റിയും അറബി ഭാഷാ സംസ്കാരത്തെപ്പറ്റിയുമാണ് അവയിൽ പ്രധാനം. മാലിക് ബിൻ ദീനാർ, മമ്പുറം തങ്ങൾ ചരിത്രങ്ങൾ, ബാഫക്കി തങ്ങൾ മർസിയത്ത് എന്നിവ അതിൽ ഉൾപ്പെടുന്നു. കുടുംബം: 3 ഭാര്യമാരിലായി 11 മക്കളുണ്ടായി. 6 ആൺമക്കളും 5 പെൺമക്കളും. പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പേരക്കുട്ടിയും ചാലിയം ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ഇളയ മകളും ആയിരുന്നു ഒരു ഭാര്യ. അവരെ പിന്നീട് വിവാഹമോചനം ചെയ്തു. അതിൽ 2 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചാവക്കാട്, മേലാറ്റൂർ എന്നിവിടങ്ങളിൽ നിന്നും ആണ് മറ്റ് വിവാഹങ്ങൾ. തൃശ്ശൂർ ജില്ലയിലെ ഇസ്ലാമിക സ്ഥാപനം മാലിക് ബിൻ ദീനാർ കോംപ്ലക്സിൻ്റെ സംഘാടനത്തിൽ തങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. കേരളീയ പശ്ചാത്തലത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ദക്ഷിണയുടെ ചരിത്രമാണ് നമുക്ക് അസ്ഹരി തങ്ങളിലൂടെ കാണാൻ കഴിയുക. പണ്ഡിതൻ, അറബി ഭാഷാ നിപുണൻ, ഗ്രന്ഥകാരൻ, സൂഫി എന്നീ നിലകളിലെല്ലാം തങ്ങളുടെ സ്ഥാനം അദ്വിതീയമാണ്. അള്ളാഹു തങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരോടൊപ്പം നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേർക്കട്ടെ. ആമീൻ.